അസ്സലാമലൈക്കും വറഹമത്തുള്ള. നമ്മുടെ ചെരുപ്പടിമല എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ മോർണിംഗ് വൈബൊക്കെ കണ്ടിങ്ങനെ റിട്ടേൺ വരികയാണ് കേട്ടോ. റിട്ടേൺ വരുന്നത് നമ്മൾ കൊടിഞ്ഞി ഭാഗത്തു കൂടിയാണ്. അപ്പോൾ എന്തായാലും കൊടിഞ്ഞിലെ പഴയ ജുമാഅത്ത് പള്ളിയും പടി ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഇവിടെ വന്നിട്ടില്ല. നമ്മൾ പല വാർത്തകളിലും ഒരു ചാനലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കൊടിഞ്ഞി പള്ളി എന്ന് പറഞ്ഞാൽ. പക്ഷെ ഞാനാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സുകളിൽ അവർ വന്നതാണ്, നൗഷാദ് ആണെങ്കിലും നമ്മുടെ നിഹാലാണെങ്കിലും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ ഇവിടെ ഒരു മഹാനവറുടെ ഹുസൈൻ ജിഫ്രി തങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാനവറുടെ മക്കാം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നത്. അപ്പോൾ എന്തായാലും മക്കാമൂല് പോയിട്ടൊന്ന് സിയാർത്തൊക്കെ ചെയ്തിട്ട് ആവാം നമ്മുടെ പള്ളിയിലുള്ള ഒരു സന്ദർശനവും കാര്യങ്ങളും എന്നുള്ള ലെവലിൽ നമ്മളിതപ്പോൾ മക്കാമിലേക്ക് കയറുകയാണ്. മക്കാമിലേക്ക് കയറിയപ്പോൾ അവിടെ ആൾക്കാർ ഓൾറെഡി അവിടെ സിയാർത്തിനായിട്ട് വന്നവരുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ സിയാർത്തൊക്കെ ചെയ്ത് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കൊടിഞ്ഞി പഴയ ജുമാഅത്ത് പള്ളി എന്ന് പറഞ്ഞത്. ഒരു പ്രത്യേക വൈബാണ് ഈ ഒരു കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കേട്ടോ. വലിയൊരു പള്ളിയാണ്, ഒരു വളരെ ഭംഗിയുള്ളൊരു പള്ളിയാണ്. ഈ പള്ളിക്ക് നമ്മൾ സത്യപ്പള്ളി എന്നും പറയും കേട്ടോ. കാരണം നമ്മളിപ്പോൾ അവിടെ അന്വേഷിച്ചത് നമ്മൾ ചർച്ചകളും കാര്യങ്ങളും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ട് വിഭാഗം ആൾക്കാരും വന്നിട്ട് രണ്ട് ഭാഗത്തു നിന്നുള്ള ആൾക്കാരും വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ചർച്ച ചെയ്ത് സത്യം ഇട്ടിട്ട് അത് ഒരു കോംപ്രമൈസ് ലെവലിൽ പിരിഞ്ഞു പോകുന്നതാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ഥലമാണ് ഈ ഒരു പള്ളിയോട് അടുത്തായിട്ടുള്ള ഈ ഒരു ഭാഗട്ടാ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ ഇവിടെ ഈ ജുമാഅത്ത് പള്ളിൻ്റെ ഒരു പള്ളിക്കുളമാണ് ഇത് കേട്ടോ. പള്ളിക്കുളത്തിൽ നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഒരു മുത്തല്ലിമ് മീനുകൾക്ക് ഇങ്ങനെ തീറ്റ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവൻ്റെ അടുത്ത് നിന്ന് ഞാനും കുറച്ച് തീറ്റൊക്കെ വാങ്ങിച്ച് നമ്മളും അതിൻ്റേതായിട്ടുള്ള ആ ഒരു ലെവലിൽ നമ്മളിപ്പോൾ ഒന്ന് അടിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ ആ തീറ്റ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒന്നൊന്നര മീനുകളാണ് കേട്ടോ. ഇത് നമ്മുടെ ഈ ഒരു പള്ളി കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൊടിഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലം തന്നെ നമുക്ക് വേറൊരു ലെവലിലും അറിയപ്പെടും. ഇവിടെ ഇരട്ടക്കുട്ടികളുടെ നാട് എന്നാണ് പറയുക. ഈ ഒരു നാട്ടിൽ നമ്മളുടെ ചരിത്രത്തിൽ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഇരട്ടക്കുട്ടികൾ കൂടുതലുള്ള ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് ഈ കൊടിഞ്ഞി എന്ന് പറഞ്ഞത്. ഇവിടുത്തെ സ്കൂളിൽ ഗവൺമെൻറ് സ്കൂളിലാണെങ്കിലും ഇരട്ടക്കുട്ടികൾ കൂടുതൽ, അങ്ങനത്തെ ഇരട്ടക്കുട്ടികളുള്ള വേറെ സ്കൂളില്ല എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഇതിൻ്റെ മുമ്പൊക്കെ ചർച്ചയിൽ വന്നതാണ്. അപ്പോൾ എന്തായാലും കുളത്തിൽ നിന്ന് മീനുകൾക്ക് തീറ്റയൊക്കെ കൊടുത്ത് ഇപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ പോകുന്നത് നമ്മൾ എല്ലാവർക്കും അറിയാം, നമ്മളെ കൊടിഞ്ഞി നമ്മുടെ ഫൈസൽ നമ്മുടെ എന്താണ് ഖബറിങ്ങ വന്നിട്ട് ഒരു സിയാർത്തും ചെയ്ത് അവരുടെ ഒരു ഖബറാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് സിയാർത്തും ചെയ്ത് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഇവിടെ വന്ന് ആ ഒരു ഇതൊന്നും മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്കും പടി കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.